ദില്ലിയിൽ പ്രഭാത നടത്തത്തിനിറങ്ങിയ കോൺഗ്രസ് എംപിയുടെ മാല പൊട്ടിച്ചു. തമിഴ്നാട് മയിലാടുതുറൈ എംപി ആർ സുധയുടെ മാലയാണ് സ്കൂട്ടറിലെത്തിയ മോഷ്ടാവ് കവർന്നത്. എംബസികളും സംരക്ഷിത സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന ചാണക്യപുരിയിലെ ഉയർന്ന സുരക്ഷാ മേഖലയിലാണ് മോഷണമുണ്ടായത്. എംപിയുടെ കഴുത്തിൽ നിസാര പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, എത്ര മണിക്കാണ് ഈ സംഭവം? അതീവ സുരക്ഷാ മേഖലയിൽ എങ്ങനെ മോഷണം നടന്നു? സ്മൃതി, രാജ്യതലസ്ഥാനത്ത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും എത്രത്തോളം സംരക്ഷണമുണ്ട് എന്ന ചോദ്യം പല ഘട്ടങ്ങളിലും ഉയർന്നിട്ടുള്ളതാണ്. എന്താണെങ്കിലും ഇപ്പോൾ രാജ്യസഭയിൽ പ്രത്യേകിച്ച് ഈ പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ മേഖലയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മോഷണം നടന്നിരിക്കുന്നത്. ലോക്സഭാ എം പി ആർ സുധ, അതായത് തമിഴ്നാട്ടിലുള്ള മയിലാടുതുറൈ എം പി ആണ്. അവർ രാവിലെ പ്രഭാത നടത്തുന്ന തമിഴ്നാട് ഭവനിൽ നിന്ന് 6:15 പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മാല മോഷ്ടിക്കൽ നടന്നിരിക്കുന്നത്. അതായത് ഇവർ പ്രധാനമായി പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രധാന എംബസികളൊക്കെ ഉള്ളത് ചാണക്യപുരിയാണ്. അവിടെയാണ് തമിഴ്നാട് ഭവനും ഉള്ളത്. അവിടെ നടന്നു വരുമ്പോൾ ബൈക്കിൽ എത്തിയ ഒരാൾ, ഹെൽമറ്റ് വെച്ച് വന്ന ഒരാൾ മാല പൊട്ടിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇതിൽ പരാതിയിൽ പറയുന്നത്. 4.5 പവന്റെ മാലയാണ് നഷ്ടപ്പെട്ടത് എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. ഇത്തരത്തിൽ മാല വലിച്ചു പൊട്ടിച്ചപ്പോൾ ആർ സുധ എം പിയുടെ കഴുത്തിനടക്കം നിസ്സാര പരിക്കുകൾ ഏൽക്കുകയും അവരുടെ ചുരിദാർ അടക്കം കീറുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി എം പി നൽകുകയും ചെയ്തു. കാരണം പ്രഭാത നടത്തുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള ആക്രമണം, പ്രത്യേകിച്ച് ചാണക്യപുരി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെയും കോൺസുലേറ്റുകളും ഹൈക്കമ്മീഷനും ഒക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. അത്ര പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണവും മാലമോഷണവും ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ സുരക്ഷാ വീഴ്ച അടക്കം സംശയിക്കുന്നു. അത്തരത്തിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്ന സമയം കൂടിയാണ്. ഈ ആർ സുധ എം പി ഒറ്റയ്ക്കായിരുന്നില്ല, രാജ്യസഭാ അംഗം രാജാത്തിക്കൊപ്പമാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള രാജ്യസഭാ അംഗം കൂടിയ രാജാത്തിക്ക് ഒപ്പമായിരുന്നു ഇത്തരത്തിൽ രാവിലെ പ്രഭാത നടത്തത്തിന് എന്താണെങ്കിലും പോയത്. വലിയ തരത്തിൽ ചോദ്യങ്ങൾ, രാജ്യതലസ്ഥാനത്തെ സുരക്ഷയിലൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ എം പിയുടെ തന്നെ മാല, അതും തന്ത്രപ്രധാനമായ ഏറ്റവും അധികം സുരക്ഷയുള്ള ചാണക്യപുരി പോലൊരു സ്ഥലത്ത് നിന്ന് ഇത്തരത്തിൽ വലിച്ചു പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കള്ളനെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, CCTVകളിലൊക്കെ പരിശോധിച്ചു വരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. സ്മൃതി, ശരി. നോബിൾ മാരിക്കാരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.